നമസ്കാരം. വിശ്വചൈതന്യ ട്രസ്റ്റിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭരണാധികാരി ആരായിരിക്കാം എന്നതിനെക്കുറിച്ചൊരു ചർച്ചയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇവിടെ നമുക്ക് തർക്കമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ ഏറ്റവും കഴിവുള്ള ആൾ തന്നെ നമുക്ക് മുഖ്യമന്ത്രിയായി കിട്ടണമെന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് സംവരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഏത് ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ ആയിരുന്നാലും ഭൂരിപക്ഷം കിട്ടുന്ന നമ്മൾ ജയിപ്പിച്ച ആളിൽ നിന്ന് മിടുക്കനായ ഒരാൾ തന്നെ തിരഞ്ഞെടുത്ത് വരണമെന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. അപ്പോൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. സീനിയറായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ മാറ്റിക്കൊണ്ട് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് എപ്പോഴെങ്കിലും കേരളത്തിലെ ഭരണം കിട്ടിയാൽ KC വേണുഗോപാലിനെ എളുപ്പത്തിൽ മാറ്റാവുന്ന ഒരു നേതാവാണ് VD സതീശൻ എന്ന് അറിവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാക്കിയത്. മുഖ്യമന്ത്രിയായി വരാൻ കഴിയും എന്നുള്ളത് തന്നെ. KC വേണുഗോപാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ നിന്നും തോറ്റ് ഓടേണ്ട ഒരു ഗതി വന്നപ്പോൾ നമ്മുടെ സേഫ് സീറ്റായിട്ടുള്ള വയനാട് കാണിച്ചു കൊടുത്തതും വയനാട്ടിൽ നിന്ന് മത്സരിപ്പിച്ചതും KC വേണുഗോപാലിൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നയിക്കുന്നതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ്? നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ രാജീവ് ഗാന്ധിയുടെ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുമകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത് പോലും അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് തന്നെ KC വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കേന്ദ്രമന്ത്രി, സംസ്ഥാനത്ത് എപ്പോഴാണ് UDF വരണമെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയാക്കാൻ ഉള്ള ഒരു തുറുപ്പ് ചീട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചൂണ്ടയിട്ടിട്ട് തന്നെയാണ് അദ്ദേഹം മാറുന്നത്. അതുകൊണ്ട് KC വേണുഗോപാൽ തന്നെയായിരിക്കും കേരളത്തിലെ ശക്തനായ മുഖ്യമന്ത്രി. ഇനി മറ്റൊന്നുകൂടി പറയാനുണ്ട്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും തന്നെ ശക്തമായ പ്രതിപക്ഷ നിരയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ കട്ടയ്ക്ക് നിന്ന് വികസനം നടത്തണമെങ്കിൽ അതിന് അനുയോജ്യനായിട്ടുള്ള ഒരു നേതാവ് തന്നെ വേണം. അങ്ങനെ തന്ത്രങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും പയറ്റുന്ന ഒരു നേതാവുണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ BJP അതിന് ശക്തമായിരുന്നു. പക്ഷേ BJP മാറാത്തത് മാറും, ഭരണം മാറും അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കും എന്നുള്ള ഒരു മുദ്രാവാക്യം അവർ ഒരിക്കലും ഉയർത്തിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കേരളത്തെ വികസിപ്പിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു UDF ഭരണാധികാരി തന്നെ വരണം, കോൺഗ്രസിൽ നിന്ന് വരണം. അത് KC വേണുഗോപാൽ ആകും. അദ്ദേഹത്തിന് മാത്രമേ ഇപ്പോഴത്തെ രീതിയിൽ കഴിവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല എങ്കിൽ KC വേണുഗോപാലിനെ മറിച്ചിട്ട് വരുന്നവർ അതിശക്തരായിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വരട്ടെ. എങ്കിലും അതിശക്തനും ധീരനും എല്ലാ കഴിവുകളും സമന്വയിപ്പിച്ച ഒരു നേതാവ് തന്നെ വരണം. വന്ന് നമ്മുടെ കേരളത്തിൻ്റെ വികസനം നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇത് നമ്മുടെ വിജയം എന്ന് പറയുന്നത് UDFൻ്റെ വിജയമല്ല, മറിച്ച് 10 കൊല്ലം ഭരിച്ച ഭരണത്തിനെതിരെയുള്ള ഒരു വികാരമായിരുന്നു, അതിനെതിരെയുള്ള ഒരു പ്രകടനമായിരുന്നു ഈ UDFൻ്റെ വിജയം. പക്ഷേ അതുപോലെ തന്നെ ശക്തമായ ഒരു ഭരണാധികാരി വരട്ടെ എന്ന് തന്നെയാണ് മലയാളികളെല്ലാം ആഗ്രഹിക്കുന്നത്.